അതിഥി വിപിൻ ബാലനിലേക്കാണ്. വിപിൻ, അപ്പൊ തുടരാം. നമ്മൾക്ക് ഏതോ ഒരു ഇനിയും നല്ല കഥാപാത്രങ്ങൾ ഉണ്ടല്ലേ മമ്മൂട്ടിയുടെ? അപ്പൊ ആദ്യം ഒരു കഥാപാത്രം ചെയ്യാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് മമ്മൂട്ടിയുടെ ഒരു സീൻ ഇട്ട് തരാം. അതിനൊന്ന് നമുക്ക് സ്പോട്ട് ഡബിങ് ചെയ്ത് നോക്കാം. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാറുണ്ടല്ലോ, എനിക്ക് എവിടെ പോയാലും ഏറ്റവും കൂടുതൽ ആദ്യം നമ്മളെ പിടിക്കാറുള്ളത് പ്രവാസികളാണ്. അപ്പോൾ പ്രവാസികളുടെ ദുരിതം നമ്മൾ ഒരുപാട് ഇപ്പം ആടുജീവിതം, പൃഥ്വിരാജിൻ്റെ ആടുജീവിതത്തിലൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷെ അതിന് മുന്നേ നമുക്ക് പ്രവാസികളുടെ ഒരു ദുരിതം നമുക്ക് മനസ്സിലാക്കി തന്നത് പത്തേമാരി എന്ന സിനിമയിലുള്ള ഒരു ക്ലൈമാക്സ് ആയിരുന്നു. അപ്പം മമ്മൂക്കയുടെ ഒരു പത്തേമാരിയിലുള്ള പള്ളിക്കൽ നാരായണൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിൻ്റെ വോയിസ് ജസ്റ്റ് ഒന്ന് അനുകരിക്കാം. ഞങ്ങളീ പലരും മനസ്സ് നാട്ടിൽ വെച്ചിട്ട് ശരീരം മാത്രമേ അങ്ങോട്ട് കൊണ്ടുവരാറുള്ളൂ. എവിടെയാണ് ജോലി, എത്രയാണ് ശമ്പളമെന്ന് ഭാര്യയോട് പോലും പറഞ്ഞിട്ടില്ല. നാണക്കേട് കൊണ്ടല്ല, കഷ്ടപ്പാട് അറിയിക്കണമെന്ന് കരുതിയിട്ടാ. ഒരു 10,000 ഉറുപ്പ്യ നാട്ടിലേക്ക് അയക്കുമ്പോൾ അവരെന്താ വിചാരിക്കണേ? 20,000 കിട്ടിയിട്ട് 10 മിച്ചം വെച്ചിട്ട് ബാക്കി 10 അയച്ചുള്ളൂ എന്ന്. സത്യത്തിൽ 7,000 കിട്ടിയിട്ട് 3,000 കടം മേടിച്ചിട്ട് അയക്കുക. മക്കൾക്കൊക്കെ ഞങ്ങളൊരു വിരുന്നുകാരാ, വല്ലപ്പോഴും സമ്മാനങ്ങളുമായി വരുന്ന വിരുന്നുകാർ. ഒരാൾ സന്തോഷത്തോടെയോ സങ്കടത്തോടെയോ ജീവിക്കുന്നതെന്ന് പുറത്ത് നോക്കിയിട്ട് പറയാൻ പറ്റില്ല. കാരണം ഓരോരുത്തരും ജീവിക്കുന്നത് ആരവരുടെ മനസ്സിലാണ്. ഇനി നമുക്ക് സങ്കടം മാറ്റാൻ നമുക്ക് മമ്മൂക്കയുടെ ഒരു പാട്ട് ഞാൻ പാടാം. വിഷ്വൽ ഒന്ന് വിഷ്വൽ ഇടാം. നമുക്കത് സ്പോട്ട് ഡബിംഗ് അല്ലേ, അതല്ലേ പറയുന്നത്? സ്പോട്ട് ഡബിംഗ് ചെയ്യാറുള്ളതാണോ അത്തരത്തിൽ? ഞാൻ ഇപ്പൊ സ്റ്റേജുകളിൽ ചെയ്യാറുണ്ട്. നമുക്ക് ദൃശ്യം കണ്ട് അല്ലേ, ഇവിടെ നോക്കിയോ അല്ലേ? ഇതല്ലല്ലോ, നമുക്ക് പാടുന്നതിന് ഒരു വിഷ്വൽ ഉണ്ടായിരുന്നു, സ്റ്റുഡിയോയിൽ പാടുന്നതിന്. ഇതിപ്പോ ഏതാ പാട്ട്? ഇത് നമുക്ക് ഒരു പാട്ടായിട്ട് പാടാം. എന്താ ജോൺസാ കള്ളില്ലേ കല്ലുമക്കായില്ലേ, ഒരു മിനിറ്റ് കേട്ടോ. എന്താ ജോൺസാ കള്ളില്ലേ കല്ലുമക്കായില്ലേ, കള്ളിന് കൂട്ടാൻ കറിയില്ലേ കൊണ്ടുവാ വേഗത്തിൽ, ഉണ്ടക്കുപ്പി 2 എണ്ണം ആദ്യം പോരട്ടെ, കോട്ടിനുള്ളിൽ പൂത്തിക്കോ ആരും കാണണ്ട, നേരം തൊണ്ടയിൽ ചെറിയൊരു പ്രശ്നം വരും. അപ്പൊ PCR നമുക്ക് ആ ദൃശ്യം റെഡി ആണെങ്കിൽ എന്നാൽ ആ ദൃശ്യത്തിൽ ഇത് തന്നെയാണ്, സോങ് തന്നെയാണ്. എന്താ ജോൺസാ കള്ളില്ലേ കല്ലുമക്കായില്ലേ, കള്ളിന് കൂട്ടാൻ കറിയില്ലേ കൊണ്ടുവാ വേഗത്തിൽ, ഉണ്ടക്കുപ്പി 2 എണ്ണം ആദ്യം പോരട്ടെ, കോട്ടിനുള്ളിൽ പൂത്തിക്കോ ആരും കാണണ്ട, നേരം മോന്തിയാകുമ്പോൾ ഭരതൻ മാസ്റ്റർ റെയിൽ വഴിയായി ഷാപ്പിൽ കയറാനെത്തിപ്പോയി ആരും കാണണ്ട, ഹേയ് എന്താ ജോൺസാ കള്ളില്ലേ കല്ലുമക്കായില്ലേ. ഇനി പിന്നെ പൃഥ്വിരാജിനെ ചെയ്യും അല്ലേ? പൃഥ്വിരാജിന്റെ മുന്നിലുള്ള വോയിസ് ആണ്. ഇപ്പം ലേറ്റസ്റ്റ് വോയിസ് ഒക്കെ എന്റെ പ്രിയപ്പെട്ട ഫണ്ട് ശരത് ആലപ്പുഴ എന്നൊരു ഫണ്ട് ഇങ്ങനെ ട്രൈ ചെയ്ത് കൊടുക്കുക. അതുകൊണ്ട് അത് ചെയ്താൽ പുള്ളിക്ക് ഒരു ടെൻഷനൊക്കെ വരും. ചുമ്മാ പറഞ്ഞാണ് അത് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് ഞാൻ പഴയ ഞാൻ ഏറ്റവും കൂടുതൽ സ്റ്റേജിൽ ചെയ്യുന്നത് ചോക്ലേറ്റിന്റെ ഒരു എടീ ചങ്ങനാശ്ശേരിക്കാരൻ മത്തായിച്ചന്റെ മോള് ചന്ദ്രികെ, നീ എന്നതാടീ കരുതിയേ? നീ അങ്ങ് ഗുഡ് ബൈ പറഞ്ഞു പോയാൽ ഈ രമണൻ കെട്ടിത്തൂങ്ങിക്കിടന്നാടുന്നു. അത് പണ്ട്. ഇന്ന് ഈ കഴുത്തിലൊരു കുരുക്ക് വീഴുന്നുണ്ടെങ്കിൽ അതിൻ്റെ മറ്റേ അറ്റത്ത് നീ ഉണ്ടാവും മോളെ. ചാകാനാണെങ്കിലും ഒരുമിച്ച്, ജീവിക്കാനാണെങ്കിലും എവിടെ, ജീവിക്കാനാണെങ്കിലും ഒരുമിച്ച് എന്നൊക്കെ സാധാരണ സ്റ്റേജിൽ നിന്നൊക്കെ എല്ലാവരും പറയാറുണ്ട്. അത് നമുക്കത് വേണ്ട, വെറുതെ പറഞ്ഞ. ഇനി ഇതാണ് നിവിൻ പോളിനെ ചെയ്യോ? നിവിൻ പോളി ചെയ്യാറുണ്ട്, മൈക്കിൽ ചെയ്യുന്നുണ്ട്. എനിക്ക് എത്രത്തോളം അത് പെർഫെക്ഷൻ വരുമെന്ന് അറിയില്ല, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. തട്ടത്തിൽ മറിയത്തിലെ ഒരു പ്രപ്പോസിങ് സീനാണ്. അടിപൊളി സീൻ. ഐഷോ ഇന്നിങ്ങനെ ഒന്ന് പേടിപ്പിക്കണേ മതിയല്ലോ. പക്ഷെ നമുക്ക് വീട്ടിലിരിക്കാൻ നിൽക്കാൻ പറ്റില്ല. ഇരിക്കുമ്പോൾ കൈയും കാലം മറക്കും, നിൽക്കുമ്പോൾ ഛർദ്ദിക്കാൻ വരും. സത്യം പറയല്ലോ, അതിൻ്റെ അത്ര ഭംഗിയുള്ളൊരു പെണ്ണിനെ ജീവിതം സത്യം. ഓ എന്നെ ഇങ്ങനെ നോക്കല്ല ഈശോ. നിന്റെ വീട്ടുകാർ നിന്നെ തന്നതിന് മുമ്പ് ഞാൻ പറയും ഐ ലവ് യു ഈശോ. പൊളി പൊളി. അതായത് മമ്മൂട്ടി മാത്രമല്ല കേട്ടോ,
മറ്റ് എല്ലാവരെയും നന്നായി ചെയ്യുന്നുണ്ട്. അതെ. ഇനി ആരാണ് നേരത്തെ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? തമിഴിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പം സൂര്യ, വിജയ്. കമലഹാസൻ സാറിന്റെ ഒക്കെ വോയിസ് ഇപ്പം കൺമണി, അൻപോട, കാതലൻ, നാൻ എഴുതു, ഇതിപ്പോ പ്രിപ്പയർഡ് അല്ലാത്തതുകൊണ്ട് മനസ്സിലായി. ചെറിയൊരു പ്രശ്നം. പക്ഷെ ഞാൻ നേരത്തെ ഭാഷയുടെ ഒരു കാര്യം പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെ ഞാൻ മുന്നേ ഭാഷ കൊണ്ട് നമ്മൾ പാലക്കാടൻ ഭാഷ പറഞ്ഞിട്ട് നമ്മളെ ഞെട്ടിച്ച ബിജു മേനോൻ, അദ്ദേഹത്തിന്റെ ഓർഡിനറി എന്ന സിനിമയിലൊരു ഡയലോഗ് ജസ്റ്റ് എന്നാണ്. ഓ, കാര്യങ്ങളൊക്കെ അവിടുന്ന് പറയണ്ടാവല്ലോ. അവിടെ പറയാത്ത കാര്യങ്ങൾ ഞാൻ ഇവിടുന്ന് പറഞ്ഞുതരാം. ഒരു KSRTC ബസ്സിൽ കണ്ടക്ടർ പറഞ്ഞത് ഡ്രൈവറാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണത് നീ, വേണുമാശ മോണത്, വേണുമാശ കൈക്കൊക്കെ മണ്ടാണ്, എന്താണ് കാരണം നീ, പൊട്ടാണ് നീ. കൊള്ളാം. ഇനി ഒരു മമ്മൂട്ടി കഥാപാത്രം കൂടി പറഞ്ഞ് നമുക്ക് നിർത്താം. മറ്റെന്തെങ്കിലും വിശേഷമുണ്ടോ? ഇപ്പൊ ഇല്ല, വേറെ വിശേഷങ്ങളൊന്നുമില്ല. ഇത് തന്നെയാണ്. എന്തായാലും വളരെ സന്തോഷമുണ്ട് റിപ്പോർട്ടർ ചാനലിൽ വരാൻ സാധിച്ചതിലും ഇവിടെ ഇങ്ങനെ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ സാധിച്ചതിലും. കാരണം കുറച്ച് കാലത്തെ ബ്രേക്കിന് ശേഷമാണ് വീണ്ടും സജീവമാകുന്നത്. അപ്പോൾ അതുകൊണ്ട് വലിയ സന്തോഷമുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്ന ലാസ്റ്റ് ആൻഡ് ഫൈനൽ, എനിക്ക് തോന്നുന്ന മമ്മൂക്കയുടെ ഒരുപാട് സിനിമകൾ, ഇപ്പം ടർബോ, ലേറ്റസ്റ്റ് വന്ന ടർബോ ഉണ്ട്. ടർബോയിൽ നമുക്കൊരു കൂടുതൽ ഡയലോഗ് ഇല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഒറ്റ ഡയലോഗ് പറയുന്നുണ്ട്. ജോസച്ചാൻ്റെ ഒരു ഡയലോഗ് ഉണ്ട്. ഞാനിവിടെ വീഴുവാണേ, എൻ്റെ കൂടെ ഒരു 10-15 പേരെങ്കിലും കാണും. ആ ഒരു ഡയലോഗ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഡയലോഗാണ് ടർബോ എന്ന സിനിമയിൽ. അതെ, ലാസ്റ്റ് ക്ലൈമാക്സിൽ പറയുന്ന ഡയലോഗ്. പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒന്നേ പറയാനുള്ളൂ, നമ്മളെല്ലാവരും അടിച്ചു പൊളിക്കുകയാണ്. അപ്പോൾ പ്രോഗ്രാമൊക്കെ ഉഷാറാവട്ടെ. നമുക്ക് ഇതിൽ ഞാൻ എല്ലാ പ്രോഗ്രാം പറഞ്ഞ് നിർത്താറുള്ളത് രാജമാണിക്യത്തിൽ പറഞ്ഞ നമുക്കടെ ആ ഒരു കലിപ്പ് ഡയലോഗാണ്. അന്തരാസ് കുന്തരാസ് തള്ളേ കല്ലിപ്പുള്ളി തീരണില്ലല്ലേ. പൊളി. അപ്പൊ എന്തായാലും ഉഷാറാവട്ടെ. ഇനിയും പറ്റുകയാണെങ്കിൽ മമ്മൂട്ടിയുടെ മുന്നിൽ വീണ്ടും ചെയ്യാൻ അവസരം കിട്ടട്ടെ. ദുൽഖറിനെയൊക്കെ നേരിട്ട് കണ്ട് ചെയ്ത് കാണിച്ചു കൊടുക്കാനും പ്രശംസ പിടിച്ചു പറ്റാനൊക്കെ ഉള്ള അവസരം കിട്ടട്ടെ.